ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടില്ലേ, സാധാരണ പഴം നമ്മൾ വാട്ടിലല്ലേ ചെയ്യൽ. ഇതൊന്നൊരു വെറൈറ്റി ആക്കിയാലോ. എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ 4 മണിക്കോ നമ്മൾ എന്തെങ്കിലും ഒരു പഴം വാട്ടണം എന്ന് വിചാരിച്ചെടുത്ത് കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ജസ്റ്റ് നെയ്യിൽ വാട്ടിയിട്ട് പഞ്ചസാര ഇട്ട് തിന്നലല്ലേ. ഇതൊന്നല്ല, അതിനെക്കാട്ടി വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ചിലർക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ നമ്മളിത് ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കൽ. ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ആദ്യം നമ്മൾ പഴുത്ത പഴം നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞതിന് ശേഷം ഒന്നായിട്ട് നമ്മൾ പാനിലേക്ക് ഇടുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വാട്ടിയെടുക്കുന്ന സമയത്ത് മറിച്ചിടാൻ വേണ്ടിയിട്ട് അത് എന്താ പറയുക, കുറച്ചീച്ച ഇട്ടിട്ടല്ലേ നമ്മൾ എടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എല്ലാ പഴം കൂടി ഇട്ടിട്ട് നമുക്ക് വേഗം പണിയും കഴിയും കേട്ടോ. പാനിലേക്ക് ഇതുപോലെ നെയ്യില്ലേ, നമ്മൾ നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഇട്ടെടുത്ത് നന്നായിട്ട് ഇതുപോലെ വാട്ടിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഉള്ളൊക്കെ ഒന്ന് ആവുന്ന രീതിയിൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതായത് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് വാടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തേങ്ങ ഉണ്ടല്ലോ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ച ഒരു അരമുറി തേങ്ങയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ലേശം ഏലക്കായ് പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഏലക്കായ് ചതക്കിയിട്ട് ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചതക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഏലക്കായ് പൊടിച്ച് വെച്ചതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണും ഒരു 1/4 ടേബിൾ സ്പൂണും ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിലുള്ള പഴം തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം പഴവും പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ ഇതാക്കിയതിന് ശേഷം കുറച്ച് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ഇതുപോലെ ഓവറായിട്ട് പൊടിയണമെന്നില്ല കേട്ടോ, ഓവറായിട്ട് നമ്മൾ പൊടിക്കണമെന്നില്ല. ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ എന്താണ് നമ്മളെ കയ്യിലുള്ളത് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ക്രാക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മുന്തിരി ഉണ്ടല്ലോ, മുന്തിരി വാട്ടിച്ചിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലായിട്ടുള്ള ഡിഷ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, അതായത് പുതിയ റെസിപ്പീസോ കാര്യങ്ങളോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, ടേക്ക് കെയർ.